അതെന്താണെന്ന് അറിയുമോ, കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും. ആ എം ജി സാറിന്റെ ഇന്റർവ്യൂല് ഞാൻ തള്ളിയതാ ശരിക്കും. മോശമല്ലേ നമുക്ക് കുക്കിംഗ് അറിയില്ല, തള്ളിയതാ. ചേട്ടൻ നല്ലത് പൊറോട്ട അടിക്കും, പുള്ളിക്കാരന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് പ്രായം കുറവാ, അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ ആ സമയത്ത്. ആ ടൈമിൽ തള്ളിയതാ, ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ പറഞ്ഞത്. അത് പണ്ടത്തെ സാധനങ്ങൾ. അതുപോലെ നമ്മുടെ കാർത്തിക് സൂര്യ, അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാട്ടോ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കുക്കി അറിയാമെന്ന് വെച്ചപ്പോ മോശമല്ലേ നമ്മൾ ഒരാളുടെ മുന്നിൽ പോയി കുക്കി അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തോ തള്ളലാ തള്ളുന്നേ. ഞാൻ ഈ പറയുന്ന എം ജി സാറിന്റെ അടുത്തും അതോടൊപ്പം തന്നെ കാർത്തിക് സൂര്യയുടെ അടുത്തും അവിടെയൊക്കെ പോയിരുന്ന് കള്ളമാ പറഞ്ഞതെന്ന് ഞാനൊരു തള്ളിനങ്ങ് തള്ളിയാന്ന്. ഇത് വല്ലാത്തൊരു തള്ളായി പോയല്ലോ എന്റെ പൊന്ന അനുമോളെ. ഇങ്ങനെ തള്ളാൻ നിൽക്കരുത്. ഇതിന് തള്ളെന്നല്ല പറയുന്നത്, ഇത് പറ്റിക്കലെന്നാണ് പറയുന്നത്. നിങ്ങൾ പറ്റിച്ചത് ആരെയാണ്? നിങ്ങളുടെ പ്രേക്ഷകരെയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെയാണ്. അല്ലാതെ അവിടെ എം ജി ശ്രീകുമാറിനെയും അതോടൊപ്പം തന്നെ കാർത്തിക് സൂര്യയും അല്ല. എന്നിട്ടിപ്പം വന്നിട്ട് വെളുപ്പിക്കാനായിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ അന്ന് പറഞ്ഞത് വെറുതെ ഒരു തള്ളു തള്ളിയതാണ്, എന്റെ ചേട്ടത്തിയുടെ ഭർത്താവിന് ഉണ്ടാക്കാൻ അറിയാം പൊറോട്ട, എന്തുകൊണ്ട് പറഞ്ഞാന്നൊക്കെ പറയുന്നതേ എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാ? ഞങ്ങളൊക്കെ തിന്നുന്നതേ അരിയാഹാരമാ, അല്ലാതെ അനുമോള് തിന്നുന്ന പോലത്തെ ഇതല്ല. അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് തിന്ന്, അങ്ങോട്ട് വെച്ച് കൊടുക്ക്, നല്ലതാ. അതേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ അനുമോള് ഫുഡ് ഉണ്ടാക്കുന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇഷ്ടം പോലെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ ആരെ പൊട്ടന്മാരാക്കാനാ ഇങ്ങനെ തള്ളി മറിച്ചത്? എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതിനെ ഇപ്പൊ വെളുപ്പിക്കാനായിട്ട് മീഡിയയുടെ മുമ്പിൽ പറയുക, ഞാനേ അത് ഒന്ന് പൊങ്ങാൻ വേണ്ടി പറഞ്ഞാ പോലും. ഇത് വല്ലാത്തൊരു പൊങ്ങായിപ്പോയി. ഈ പൊങ്ങലിന്റെ ഒന്ന് താഴെ ഇറങ്ങാൻ എന്ന് പറ്റുമോ എന്തോ.